അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോഴേ ഏകദേശം എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതായത് എന്തുകൊണ്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് മിക്ക ആൾക്കാരും അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് പോയി മേടിക്കണം എന്നുള്ള ഒരു ക്ലിയർ പോയിന്റ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ഒരു ഡിസ്ക്ലൈമർ ആദ്യമേ തരാം, ഞാൻ ഇതിൽ ഒരു ബ്രാൻഡിനെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആൻഡ് ഒരു ബ്രാൻഡിനെയും ഞാൻ പൊക്കി പറയാനും പോകുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന പോയിന്റ്സ് കേട്ടിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു എക്സ്പെൻസീവ് ഫോൺ മേടിക്കണോ അതോ അത് അവോയ്ഡ് ചെയ്തൊരു ബഡ്ജറ്റ് ലെവൽ ഫോണിലേക്ക് പോകണോ എന്നുള്ളത്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ആൻഡ് ആ ഒരു പോയിന്റ്സ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും പോയി ഒരു ഫോൺ പർച്ചേസ് ചെയ്യരുത്. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ 20,000 റുപ്പീസിൻ്റെ ഫോൺ ഇന്നത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങളൊരു 20,000 റുപ്പീസിൻ്റെ ഫോൺ മേടിച്ച് 3 വർഷം യൂസ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരത്തില്ല. നിങ്ങൾക്ക് ആ ഒരു ഫോൺ കൊണ്ട് നിങ്ങളുടെ ഒരു 90% കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫോൺസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ആ ഫോൺസ് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ആരും ഇന്നേ വരെ വലിയ കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ് അവർ കൊടുത്ത പ്രൈസിനനുസരിച്ച്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നിങ്ങളൊരു 20,000 റുപ്പീസ് ടു 30,000 റുപ്പീസിന്റെ പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. പക്ഷെ എല്ലാവർക്കും പറ്റിയൊരു പ്രൈസ് സെഗ്മെന്റ് അല്ല ഞാൻ മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു 90% എടുക്കാം. എന്നാൽ ബാക്കിയുള്ള 10% എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോ ഗെയിമിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമറ വേണം, കിടിലം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 30,000 റുപ്പീസിന് മേളിലോട്ട് സ്പെൻഡ് ചെയ്യണം. ആൻഡ് 30,000 റുപ്പീസിന് മേളിലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് വിവോന്റെ സൈഡിൽ നിന്നും ഓപ്പോന്റെ സൈഡിൽ നിന്നും സാംസങ്ങിന്റെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. സോ ആ ഫോൺസ് ഒക്കെ നോക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് നല്ല ക്യാമറ പെർഫോമൻസും ഗെയിമിംഗ് പെർഫോമൻസും വേണമെന്നുണ്ടെങ്കിൽ. അതായത് ഇന്നത്തെ ഒരു പ്രൈസ് ഹൈക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 40,000 റുപ്പീസിന് മേടിക്കുന്ന ഒരു ഫോണിന് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഓഫർ ചെയ്യാൻ പറ്റും, നല്ല ക്യാമറ പെർഫോമൻസ് ഓഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു പ്രൈസ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ 40,000 റുപ്പീസിന് പറയാൻ പറ്റും. ആൻഡ് ഇത് ഞാൻ 10% ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും ആ 20,000 റുപ്പീസ് എന്ന് പറയുന്ന പ്രൈസ് സെഗ്മെന്റ് വളരെ അധികം നല്ല വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് സെഗ്മെന്റ് ആണ്. ആൻഡ് ഇനി ഇപ്പോൾ അൾട്രാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് വെച്ചിട്ട് മാത്രം ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. ഒന്നാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത് EMI അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ 1 lakh റുപ്പീസിനും 1.5 lakh റുപ്പീസിന്റെ ഒക്കെ ഫോൾഡും ഗാലക്സിയും പിന്നെ ഐഫോൺസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ബാക്കി ബ്രാൻഡ്സ് പറഞ്ഞില്ല എന്ന് വേണ്ട, ഷവമി ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും ഇതിൻ്റെയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മൈൻഡിലേക്ക് വെച്ചേക്കാം, EMI ആയിരിക്കല്ലേ. അഥവാ EMI ഇട്ടാണ് ഫോൺ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരുപാട് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം ആ ഒരു EMI വരാനുള്ളത്. കാരണം 1.5 lakh എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അത്രമാത്രം എമൗണ്ട് ഒന്നും ഒരിക്കലും ഈ ഒരു ഫോണിൽ കൊണ്ട് ചുമ്മാ കളയരുത്. ആൻഡ് ഇനിയിപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആ ഒരു ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മേടിച്ചതാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ വിഷൻ അനുസരിച്ച് മേടിക്കുക. ബട്ട് അടുത്ത് ഞാൻ പറയുന്ന പോയിന്റ്സും കൂടെ ഒന്ന് മൈൻഡിലേക്ക് വെച്ചേക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു 1.5 lakhസിൻ്റെ ഫോൺ മേടിച്ചു, നിങ്ങൾ EMI ആയിട്ടാണ് മേടിച്ചത്, കാരണം നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല. ഇപ്പോൾ റെഡി ക്യാഷ് ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല, അവർക്ക് പോയി ഏത് ഫോൺ വേണോ മേടിക്കാവുന്നതാണ്. ബട്ട് നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ആയിട്ട് 1.5 lakhs ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി വെച്ചാണ് ഒരു 1.5 lakhസിൻ്റെ ഫോൺ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോൺ തറയിൽ വീഴുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 2 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈൻ വന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയോ എന്തെങ്കിലും കോമ്പണൻസോ മാറാണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ആണെങ്കിലും കോമ്പണൻസ് ആണെങ്കിലും വളരെ അധികം എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ഫോണിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന കാര്യമാണോ എന്നും കൂടെ നോക്കുക. കാരണം 20,000 റുപ്പീസ് ഒക്കെയാണ് സാംസങ്ങിൻ്റെ ടോപ്പ് ടിയർ ഫോൺസിൻ്റെ ഒക്കെ ഡിസ്പ്ലേ വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ. സോ അതും വളരെ അധികം ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, എന്തിനാണ് 1.5 lakhസിന്റെ ഫോൺ എന്നാണ്. അപ്പോൾ ആഗ്രഹം ഓക്കെ, അല്ലാതെ എന്തെങ്കിലും യൂസ് കേസ് ഉണ്ടോ എന്നും കൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ് കേസ് ഇല്ലാതെ ഒരു ടൂൾ മേടിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഡ്രീം ഒരു ഫോൺ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ഒരു ടൂളിൽ നിങ്ങൾക്ക് ഒരു 30,000 റുപ്പീസിനും അല്ലെങ്കിൽ ഒരു 50,000 റുപ്പീസിനുള്ള ഫോണിലൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ 1.5 lakhസിന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 റുപ്പീസിൻ്റെ ഫോണിൽ എന്തെങ്കിലും നിങ്ങൾ 1 lakh റുപ്പീസ് മുടക്കിയ എക്സ്ട്രാ കിട്ടുമോ, അത് നിങ്ങൾക്ക് യൂസ് ഉണ്ടോ എന്നും കൂടെ നോക്കി മാത്രം 1.5 lakhസോ അല്ലെങ്കിൽ 1 lakhന് മേളിലോട്ടൊക്കെ ഫോണിന് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുന്നത് ഒരു 50,000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 55,000 റുപ്പീസിൻ്റെ റേഞ്ചിലാണ് കൂടുതൽ പേർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു
നിങ്ങളൊരു 1 lakh rupeesനോ അല്ലെങ്കിൽ 80,000 rupeesനോ 50,000 rupeesന് മേലോട്ടുള്ള ഏതൊരു ഫോൺ മേടിച്ചാലും ആ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക. ഇപ്പോൾ നിങ്ങൾ EMI ആയിട്ടാണ് 1.5 lakhsനും 1 lakhനൊക്കെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നിങ്ങൾ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനത്തെയൊക്കെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ടൂൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ കൊണ്ടിടക്കേണ്ട, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയൊക്കെ ഈ ഒരു ഫോൺസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഷൂട്ട്, എഡിറ്റ് എല്ലാം കൂടെ ഒറ്റൊരു ഡിവൈസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഇന്നത്തെ ഒരു കാലത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫോണിൽ ഒരു 80% എഡിറ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ് മിക്ക ക്ലയൻറ്റ് വർക്കിനും ഫ്രീലാൻസ് വർക്കിനൊക്കെ. സോ അങ്ങനെയുള്ള ഒരു EMI ആയിട്ട് ഫോൺ മേടിച്ചാലും വലിയ കുറ്റം പറയാനില്ല. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്, നിങ്ങളൊരു ഫോണിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് മാത്രമല്ല അതിൻ്റെ സർവീസ് കോസ്റ്റും അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. അത് മാത്രമല്ല ഒരു നോർമൽ യൂസർ ആണെങ്കിൽ 20,000 rupeesനോ മാക്സിമം 30-40,000 rupeesന് മേലോട്ട് പോകാതിരിക്കുന്നതാണ് ബെറ്റർ. അതല്ലാത്തൊരു പ്രോ യൂസർ ആണെങ്കിൽ പോലും ഒരു 60,000 rupeesന് തന്നെ OnePlusന്റെ 15 പോലത്തെ അടിപൊളി ഡിവൈസൊക്കെ മാർക്കറ്റിലുണ്ട്. സോ അതൊക്കെ നോക്കുക. അതിനും മേലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് EMI ആയിട്ടല്ലാതെ ആ ഒരു ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റണം. ആ ഫോണിൻ്റെ സർവീസ് കോസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ഒരിക്കലും തീരരുത്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് കൊടുത്ത് ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങളൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വാല്യൂ ഫോർ മണി, നിങ്ങളൊരു 1 lakh rupees മുടക്കിയാലും അത് വാല്യൂ ഫോർ മണി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് മാത്രം ഫോൺ പർച്ചേസ് ചെയ്യുക. അല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ വേറെ ഒന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഒന്നും ഒരിക്കലും പർച്ചേസ് ചെയ്യല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ബഡ്ജറ്റ് ഫോണൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊന്നുമല്ല. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റും നിങ്ങളുടെ ഒരു യൂസ് കേസ് ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.